പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന പ്രഭയും അതുപോലെ തന്നെ അരവിന്ദും ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തന്ത്രം പാളി എന്ന് മനസ്സിലാക്കുകയാണ്. ഇതോടെ ഇനിയെങ്കിലും ഈ ഏർപ്പാട് നിർത്തിക്കൂടെ എന്ന് അഞ്ജലി ചോദിക്കുകയും പ്രഭയെ നാണം കെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ പ്രഭ നിങ്ങളുടെ കള്ളത്തരം പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറയുകയും ഇതുപോലുള്ള ഉഡായിപ്പ് കളികൾ ഇനി അധികം ഇവിടെ വാഴില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പ്രഭയ്ക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും പ്രഭയുടെ കയ്യിൽ തെളിവുകൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി എന്ത് കാണിക്കാനാണ് എന്ന് തിരികെ അഞ്ജലി ചോദിക്കുകയും ചെയ്യുന്നു. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ ക്യാമറ വെച്ച കാര്യം ഞാൻ വീട്ടിലുള്ള എല്ലാവരോടും വിളിച്ചു പറയും. ഈ കാര്യം വീട്ടിലുള്ളവർ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന നാണക്കേടും ഭവിഷ്യത്തും നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ തൽക്കാലത്തേക്ക് അരവിന്ദ് പ്രഭയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മുങ്ങുകയാണ്. തൻ്റെ റൂമിലേക്ക് എത്തുന്ന അരവിന്ദ് ഇതേ തുടർന്ന് പ്രഭ ഇതുപോലുള്ള ചീപ്പ് ട്രിപ്പുകൾ ഇനി വേണ്ടാട്ടോ, കാരണം ഈ കാര്യം വീട്ടിലുള്ളവർ അറിയുകയാണ് എങ്കിൽ വൻ ഭൂകമ്പമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അനിയൻ്റെ റൂമിൽ കൊണ്ടുപോയി ക്യാമറ വെച്ചു എന്ന് നാട്ടുകാരൊക്കെ അറിയുകയാണ് എങ്കിൽ ഓ, നമ്മൾ തീർന്നു പോയത് തന്നെ. ഇത് കേൾക്കുന്ന പ്രഭ, എടോ, ഇത് നമ്മൾ തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടിയല്ലേ വെച്ചത്? അതൊന്നും പറഞ്ഞിട്ട് നാട്ടുകാർ വിശ്വസിക്കില്ല. എന്തിനാ നാട്ടുകാർ? സ്വന്തം കുടുംബക്കാർ പോലും ഈ കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പ്രഭ അറിയിക്കുകയും അഞ്ജലിയുടെ ചതി വെളിച്ചത്തേക്ക് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന അരവിന്ദ് പറയുകയാണ്, നിന്റെ ഉദ്ദേശമൊക്കെ നല്ലതാണ്, പക്ഷേ കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കണ്ടേ? അതാണ് പ്രശ്നം. തൽക്കാലത്തേക്ക് നമുക്ക് ഒരു പൊടിക്ക് അടങ്ങാം. നല്ലൊരു അവസരം വരുമ്പോൾ നമുക്ക് ഇതിനെല്ലാം തിരിച്ചടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആ ഒരു അവസരം വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കാം, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് പ്രഭ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതേ സമയം മനുവിനെ ചെന്ന് കാണുന്ന അഞ്ജലി, പ്രഭയ്ക്ക് കൊടുക്കേണ്ടത് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രഭയും അരവിന്ദും തൽക്കാലത്തേക്ക് എടുത്തുചാടി ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇത് കേൾക്കുന്ന മനു, ഓ, അവരുടെ തന്ത്രങ്ങൾ എളുപ്പമല്ല അല്ലേ? ഇനി എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കേണ്ടി വരുമാവോ എന്തോ. ഇത് കേൾക്കുന്ന അഞ്ജലി, കാര്യങ്ങൾക്ക് ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് നീ വിചാരിച്ചാലേ സാധിക്കൂ. എത്രയും പെട്ടെന്ന് തന്നെ സ്നേഹയെ ചെന്ന് കണ്ടുപിടിച്ചിട്ട് വാ. അങ്ങനെയാകുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ പ്രഭേച്ചി എന്ന് പറഞ്ഞ മാരണം നമ്മുടെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവരുടെ കയ്യിൽ എങ്ങാനും നമ്മളുടെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ മോനെ പറയും വേണ്ട. നമ്മളെ എപ്പോ അവർ വെളിച്ചത്തേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് കരുതിയാൽ മാത്രം മതി എന്ന് അറിയിച്ചിരിക്കുകയാണ്. അവർക്ക് അത്ര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എന്നെ. ഞാൻ വന്നേ പിന്നെ പ്രഭേച്ചിയുടെ സ്ഥാനം പോയി എന്നാണ് പ്രഭേച്ചി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം എന്നൊരു ചിന്ത മാത്രമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. ഓ, വല്ലാത്തൊരു ദുരിതം തന്നെ. ഇതേ സമയം തൻ്റെ അന്വേഷണം മുന്നോട്ട് എങ്ങനെ ഇനി കൊണ്ടുപോകാമെന്ന് മനു ആലോചിക്കുകയാണ്. മാത്രവുമല്ല, സ്നേഹ ഇനി എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു. ഇതിനിടയിലാണ് നന്ദനെ ചെന്ന് കാണാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മനു മുന്നിലേക്ക് വരുന്നത്. പ്രഭേച്ചിക്കും അതുപോലെ തന്നെ അരവിന്ദേട്ടനും
സംശയം തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഏ പിടിച്ചു അവർ. ഇല്ല, തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. ഞങ്ങൾ ഒന്നിച്ചല്ല എന്നുള്ള കാര്യം അവർ വീട്ടുകാരുടെ മുൻപിൽ കൂടി പ്രൂവ് ചെയ്യുന്നതിനു വേണ്ടി തെളിവുകൾ ഉണ്ടാക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ. ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരി, അതിനുവേണ്ടി എന്താ അവർ ചെയ്തതെന്ന് ചോദിച്ചതിനെ തുടർന്ന് നന്ദനോട് പറയുകയാണ് റൂമിൽ മൊബൈൽ വെച്ച കാര്യം. ഇത് കേൾക്കുന്ന നന്ദനാകെ ഞെട്ടിപ്പോവുകയും എന്നിട്ട് ആ തെളിവുകൾ അവർക്ക് കിട്ടിയോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇല്ല, അത് ഞങ്ങൾ തന്ത്രപൂർവ്വം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യം യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നതോടെ പ്രശ്നങ്ങളുടെ അളവ് കൂടുകയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ തെളിവുകളെല്ലാം ഇനി എന്നെങ്കിലും ഒരു ദിവസം പ്രഭേച്ചിയുടെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പേടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി ആലോചിക്കുകയാണ് നന്ദൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.